അപ്പോഴേ ഞാനിന്ന് കുറച്ച് ബീഫ് എന്തായാലും ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ 2 കിലോ ഇറച്ചിയാണ് മേടിച്ചത്. പക്ഷേ നല്ല പീസൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു 1.5 കിലോത്തോളം നല്ല പീസുണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് വറുത്തിട്ടാണ് റെഡിയാക്കണത്. ആദ്യം ബീഫൊന്ന് വേവിക്കും, വലിയ പീസുകളാക്കി വേവിച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റും കേട്ടോ. എന്നിട്ട് അതെടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് സ്ലൈസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പാനിൽ വെച്ചൊന്ന് വറുത്തിട്ട് ആണ് വീണ്ടാലും റെഡിയാക്കണത്. അപ്പോൾ ഇത് നമുക്ക് പറത്താനുള്ളതാണ്. അത് കാരണം സൂക്ഷിച്ച് ചെയ്യണം, ചീത്ത കരുതല്ല. അത് കാരണം ഞാൻ വറുത്തിട്ടൊക്കെയാണ് റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണണ്ടേ, നമുക്ക് നോക്കാം. അപ്പോൾ വീന്താലിന് വേണ്ടിയുള്ള ബീഫ് ഞാൻ വലിയ തുണ്ടൻ പീസുകളാക്കി മാറ്റി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ വേവിച്ച് മാറ്റിയതാണ്. വേവിച്ചിട്ട് ഇറച്ചി മാത്രം കോരി മാറ്റി വെള്ളം വേറെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് എന്താണെന്നാ കട്ട് ചെയ്യാൻ, ഫ്രിഡ്ജിൽ വെച്ചിട്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ വീന്താലും ഞാൻ ഇത് കൊടുത്തു വിടാനായതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് പാനിൽ വെച്ച് വറുത്ത് റെഡിയാക്കിയിട്ടാണ് ഇത് വീന്താലും റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല പീസുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നെയ്യൊന്നും ഇല്ലാത്ത നല്ല പീസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതിങ്ങനെ സ്ലൈസാക്കി കട്ട് ചെയ്യാം. ഇതൊരു 80-85% മാത്രമേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. ഇനി നമ്മളിത് ഗ്രേവിയിൽ കിടന്നാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കണ്ട സ്ലൈസാക്കി എടുക്കാം. ഇത് വേവിച്ചിട്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ട ഇതിനി ഒന്ന് പാനിൽ വെച്ച് വറുത്തെടുത്തിട്ടാണ് നമ്മൾ വീന്താലും റെഡിയാക്കുന്നത്. അപ്പം നല്ല പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേ ബീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അത്രയുണ്ട്. നല്ല പീസ് മാത്രമാണ് എടുത്തേക്കണത്. അധികം നെയ്യൊന്നും ഇല്ലാത്ത പീസുകൾ മാത്രമാണ് എടുത്തേക്കണത്. ബാക്കിയൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫായിരുന്നു. ഇതിപ്പോൾ 1 കിലോ അധികം ഉണ്ട് കേട്ടോ. ഒരു 1.5 കിലോത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്കേ പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം ഇറച്ചിയുടെ. അതാണ് ഉദ്ദേശം. ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ല, കറിക്കും രുചിയായിരിക്കും കേട്ടോ. രണ്ട് ട്രിപ്പായിട്ട് മുരിച്ചെടുക്കുക. അധികം മുരി ഉണ്ടാവും ഓവറായിട്ട്. ഇതിൻ്റെ വെള്ളം വറ്റണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവില്ല. പിന്നെ ഈ പുറത്തൊക്കെ പോകണമായിരിക്കും ഇങ്ങനെ കൊടുത്തു വിടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ലോങ് ജേണിയാണ്, അതായത് ഒരു ദിവസം ഫുള്ളിരുന്നാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ആ രീതിയിൽ വേണം ഇത് കൊടുത്തു വിടാൻ. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്നായപ്പോൾ ഞാൻ മറിച്ചിടണേണ് കേട്ടോ ഇത്. കാരണം അധികം മൊരിഞ്ഞ് പോരുത്. നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടിയാൽ മതി. അധികം കട്ടിയിലല്ല കട്ട് ചെയ്തേക്കണത്, അതുകൊണ്ട് പെട്ടെന്ന് ആവട്ടെ ഇത്. നമുക്കിത് എടുക്കാട്ടോ, ഇത്ര മതി.
അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി മാറ്റി. ഞാൻ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി. നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ബീഫെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടോ, അത്രയുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വീന്താലിന് വേണ്ടിയുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ നമുക്കിതൊന്നൊക്കെ ഒന്ന് ചൂടാക്കി ഓട് കാച്ചി എടുക്കണം. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പട്ട, കറയമ്പ്, ഏലക്ക ഒരു 5-8 ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് തൊണ്ട് കളഞ്ഞെടുത്തേക്കണയാണ്. പിന്നെ ഒരു 3-4 കഷ്ണം പട്ട, ഒരു 5-8 കഷ്ണം നമ്മുടെ കറയമ്പ്, പിന്നെ കടുക് പരിപ്പ് ഞങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാകട്ടെ. ഇത്ര മതി. അപ്പോൾ ഞാനിത് ഓട് കാച്ചിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്കേ ഇപ്പോൾ തണുത്തട്ടാ, ചൂടൊക്കെ മാറി. ഇനി ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 തുടം വെളുത്തുള്ളിയുമാണ് ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം മുരിങ്ങാത്തൊലി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണിത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ പൊടികളൊന്നും എടുക്കുന്നില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുഞ്ഞ്. വേറെ പൊടിയൊന്നും എടുക്കില്ല കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി മതി. ഇനി നമുക്കിത് വിനാഗിരിയിൽ കൂത്ത് വെക്കാം. അതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീന്താലും റെഡിയാക്കാൻ പോകട്ടെ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. ഇതൊരു 3 സവാളയാണ്, ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ്, ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വീന്താലൊക്കെ റെഡിയാക്കണ ഈ കുഴിയൻ ചട്ടിയിലാണ് കേട്ടോ. എൻ്റെ വീന്താല ചട്ടിയാണിത്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വടട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരപ്പിട്ട് കൊടുക്കണതാണ്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതാണ്, ഞങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് നന്നായിട്ട് ഈ സവാളയിൽ കിടന്നൊന്ന് മൂക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ബീഫ് അങ്ങാൻ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങാൻ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ചെറുതീയിൽ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ. അപ്പം നമ്മുടെ വീന്താൽ നോക്കാട്ടോ. വീന്താൽ വെച്ചിട്ട് ഇപ്പം ഒരു 15-20 മിനിറ്റോളം ആയട്ടോ അരപ്പി കിടന്ന് റെഡിയാകാൻ തുടങ്ങിയിട്ട്. ഇത്ര മതി. ഓക്കെ, ഒരു 8 ഏലക്ക ഞാൻ ഉള്ളിയിലെ കുരു മാത്രം എടുത്ത് ചതച്ച് റെഡിയാക്കിയതാണ്, ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ബീഫ് വറുത്ത് വെച്ച വീന്താലും റെഡിയായി. ഓക്കെ, അപ്പോൾ വീന്താലൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാ ഇനി ഈ കുപ്പിയിലോട്ട് ആക്കാം. ഇത് 1 കിലോത്തിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റാട്ടോ. ഇതിന് നല്ല 2 അടപ്പൊക്കെയുള്ള കുപ്പിയാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് കവറിലൊക്കെ ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ വീന്താലമൊക്കെ ഞാൻ കുപ്പിയിലാക്കിയിട്ടാ. ഈ ഒരു കുപ്പി നിറച്ചുണ്ട്. ഫുള്ളിട്ടട്ടാ, ഒട്ടും ബാക്കിയില്ല, എല്ലാം കൊണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് ഈ അടപ്പം കൂടെ വെച്ച് മൂടാം. ഇനി ഈ അടപ്പം കൂടി വെച്ച് ടൈറ്റാക്കാം. ഇതിപ്പോൾ ഫ്രീസറിലോട്ട് കയറ്റും. എന്നിട്ട് നമുക്ക് വേറെ കവറൊക്കെ ഇട്ട് റെഡിയാക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് വീന്താലു റെഡിയായി. ഓക്കെ.